ഫ്രണ്ട്സ്, വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഏതെങ്കിലും ഒരു സംഭവം നിങ്ങളെ ഇങ്ങനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണോ? അതൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ച ഒരു തെറ്റാകാം. അതിപ്പോഴും നിങ്ങളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും പറയും അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അങ്ങ് മറന്നുകൂടെ എന്ന്. നമ്മൾ മറക്കാൻ തയ്യാറാണ്, എന്നാൽ നമ്മുടെ മൈൻഡ് ഒരിക്കലും അതിനെ മറക്കാൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണത്? നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും ആ പാസ്റ്റിനെ ഇങ്ങനെ ഓർത്തെടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ മൈൻഡിനെ സംബന്ധിച്ച് അവിടെ നമ്മുടെ മൈൻഡ് ഇപ്പോഴും ഒരു മീനിങ് തേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ അന്ന് സംഭവിച്ച ആ ഒരു കാര്യമല്ല നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സംഭവത്തിൽ നിന്ന് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. ആ ബിലീഫ് സിസ്റ്റമാണ് നിങ്ങളെ ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ട് പ്രണയത്തിലായിരുന്നു, പിന്നീട് ബ്രേക്കപ്പ് ആയി. അപ്പോൾ ബ്രേക്കപ്പ് ആവുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ അവസാനിച്ചു എന്നതാണ് അർത്ഥം. എന്നാൽ മൈൻഡിനെ സംബന്ധിച്ച് യു ആർ നോട്ട് ഇനഫ്, നിങ്ങളത്ര പോരാ, അതല്ല എങ്കിൽ ഇനി ആരെയും സ്നേഹിക്കാൻ കൊള്ളില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ബിലീഫ് സിസ്റ്റം മൈൻഡ് അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സ് ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കുന്നു. ഇനി രണ്ടാമത് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഈ ക്ലോഷർ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളല്ല, നമ്മുടെ മനസ്സ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല, അവർ വന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പുതിയൊരു തുടക്കം കുറിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ അവർ വന്നൊന്ന് മാപ്പ് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ. ഇനി ചിലർ തന്നെ പറയാറുണ്ട്, എനിക്കൊരു ആൻസർ കിട്ടണം, എന്തുകൊണ്ടത് അങ്ങനെ സംഭവിച്ചു, എനിക്ക് ആ ആൻസർ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പുതിയൊരു തുടക്കം എനിക്കിന്ന് തുടങ്ങുവാൻ കഴിയും. ഇങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ബാഹ്യമായിട്ടുള്ള തലത്തിൽ ഒരു ക്ലോഷർ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് കാലം കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തി നമ്മൾ തന്നെ ഒരു ക്ലോഷർ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ പാസ്റ്റ് വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു തുടക്കം കുറിക്കുവാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി ഒരു അവസരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഇനി വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ പിന്നീട് ഒരു സംശയ ദൃഷ്ടിയോടുകൂടിയായിരിക്കും നമ്മൾ ആ ഒരു അവസരത്തിലേക്ക് ചെല്ലുന്നതോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലേക്കോ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പാസ്റ്റ് വിടാൻ തയ്യാറാകണം. അതിനുവേണ്ടി ഒരു പവർഫുൾ എക്സസൈസിലേക്ക് നമുക്ക് കടന്നാലോ? അപ്പോൾ ആ എക്സസൈസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ എക്സസൈസിലേക്ക് വരാം. എക്സസൈസ് ഇങ്ങനെയാണ്: നിങ്ങൾ ക്യാരി ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു പെയിൻ ഉണ്ട്. ആ പെയിൻ സംഭവിച്ചിട്ടുള്ളത് ഒരു സംഭവത്തിൽ നിന്നാണ്. ഒരു ബുക്ക് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തതിന് ശേഷം ആ പേപ്പറിലേക്ക് നിങ്ങൾ ആ ക്യാരി ചെയ്യാൻ ആഗ്രഹിക്കാത്ത പെയിൻ എന്താണോ അതൊന്ന് എഴുതുക. 1-2 വാചകങ്ങളിൽ ഒതുക്കരുത്. ഇത്തിരി നല്ല രീതിയിൽ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയതിന് ശേഷം നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ കിട്ടി, എന്താണ് നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ എന്താണ് അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നം ഇപ്പോൾ നിങ്ങൾ ബുക്കിലേക്ക് എഴുതി കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ പാഠം എന്താണ്, ലെസൺ എന്താണ്, അതെന്താണോ അത് നല്ല രീതിയിലൊന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ട് എനിക്ക് ആ അവസരം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ വ്യക്തി എന്നെ വിട്ടുപോയി, ആ ഒരു പാഠം എന്താണെന്നുള്ളത് നിങ്ങൾ അതിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിലൂടെ നിങ്ങളുടെ പെയിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്നും റിമൂവ് ചെയ്യുവാൻ കഴിയുന്നതാണ്. ഇതൊരു പ്രാവശ്യം എഴുതിയത് കൊണ്ടെല്ലാം അങ്ങ് പൂർണ്ണമായിട്ട് മാറുമെന്നുള്ളതല്ല. അത് മാറുന്നത് വരെയെങ്കിലും നല്ല രീതിയിൽ എല്ലാ ദിവസവും അത് എഴുതുക. അങ്ങനെ എഴുതി വരുമ്പോൾ നമ്മൾ താനെ ഹീലായിക്കോളും. ശേഷം എന്താണോ സംഭവിച്ചത് ആ കാര്യങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് വാട്ട് ഹാപ്പൻഡ്. അതിനെ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും താഴ്ന്നു കൊടുക്കുന്നതല്ല. നമുക്ക് പുതിയൊരു യാത്ര തുടങ്ങണമെങ്കിൽ ഈ എന്താണോ സംഭവിച്ചത് അത് അക്സെപ്റ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പാസ്റ്റിനെ നമുക്കിനി മാറ്റിമറിക്കുവാനോ ഇനി വരാനുള്ള ഫ്യൂച്ചറിനെ നമുക്കൊരിക്കലും നിയന്ത്രിക്കുവാനോ കഴിയില്ല. നമ്മുടെ യഥാർത്ഥ പവർ എപ്പോഴാണ്? ഈ ഒരു നിമിഷത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ പ്രസന്റിലേക്ക് തിരിച്ചു വരാനായിട്ട് തയ്യാറാവുക. ഫ്രണ്ട്സ്, ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാകുന്ന പുസ്തകത്തിലെ ഒരു ചാപ്റ്റർ മാത്രമാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിനെ കണ്ടുകൊണ്ട് നമ്മുടെ ലൈഫിൻ്റെ മുഴുവൻ ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ ആകും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പാസ്റ്റിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതല്ല. അതുകൊണ്ട് പാസ്റ്റിനോട് യുദ്ധം ചെയ്യാതെ ഇനിയെങ്കിലും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് തയ്യാറാവുക. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് പെയിനിൽ നിന്നും അതുപോലെ തന്നെ പേഴ്സൺ അഡിക്ഷനിൽ നിന്നും പുറത്ത് കിടക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് സെൽഫ് മാസ്റ്ററി പ്രോഗ്രാമുകളിലൂടെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് പെയിനിൽ നിന്നും അതുപോലെ തന്നെ പേഴ്സൺ അഡിക്ഷനിൽ നിന്നും നമുക്ക് പുറത്ത് കിടക്കുവാൻ കഴിയുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്.